തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിന്റെ നിലവിലെ ജലനിരപ്പ് 423 മീറ്റർ ആയതോടെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, നിലവിലെ ജില്ലയിലെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? പെരിങ്ങൽകുത്ത് ഡാമിൽ എത്ര മീറ്റർ ആകുമ്പോഴാണ് ഷട്ടർ തുറക്കുക? സംഗീത, തൃശ്ശൂരിൽ കനത്ത മഴയാണ് ഇന്ന് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം അതിശക്തമായ മഴയാണ് ഇന്നലെ വൈകിട്ട് മുതൽ രേഖപ്പെടുത്തിയത്. പരമാവധി സംഭരണ ശേഷി 424 മീറ്റർ ആണ് ഡാമിന്റേത്. അത് 423 മീറ്റർ ആയതിനു ശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30യോടുകൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു ഡാമിൽ നിലനിന്നിരുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഈ കണക്കിന് മഴ തുടരുകയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഡാം ഒരുപക്ഷെ തുറക്കേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും ചാലക്കുടി പുഴയിലെ അടക്കം ജലനിരപ്പ് കുറവായതിനാൽ തീരദേശ ജനത പുഴയോരത്തുള്ള ജനങ്ങൾ കാര്യമായ ആശങ്കപ്പെടേണ്ടതില്ല. എങ്കിലും സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെയും മറ്റും ഭാഗമായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ്. ലോവർ ഷോളയാറിലും അപ്പർ ഷോളയാറിലും അടക്കമുള്ള പെരിങ്ങൽകുത്തിനോട് ചേർന്ന മറ്റു ഡാമുകളിലെ ജലനിരപ്പും കാര്യമായ തോതിൽ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഡാം തുറക്കേണ്ട സാഹചര്യം മഴ തുടർന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് ജില്ലയിലെമ്പാടും രാവിലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളോ മഴയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളോ ഒന്നും ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. സംഗീത. ശരി ലെവിൻ, തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 423 മീറ്റർ ആയതോടുകൂടിയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 424 എത്തിയാൽ ഷട്ടർ തുറക്കാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. നിലവിൽ ജില്ലയിൽ ഇപ്പോഴും മഴ കനത്ത രീതിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ലെവിൻ കെ വിജയൻ നൽകിയ റിപ്പോർട്ട്.